Welcome to BSc Complementary Physics, Semester 4, class number 17. And this is the quantum mechanics chapter 6th lecture. And our 17th lecture in the Semester 4 paper. And today's discussion is particle in a box or infinite square wave potential. Particle in a box or infinite square wave potential. And this is a very important essay, and it is an application of Schrodinger equation. Particle in a box or infinite square wave potential. It is an important essay, and is an application of Schrodinger equation. Schrodinger equation. Particle in a box. So the title is again repeated: square wave potential with the infinite rigid walls, or infinite square wave potential. We call it as infinite square wave potential, or square wave potential with infinite rigid walls, or particle in a box. And this is the question, essay question: obtain eigenfunctions and energy eigenvalues of a particle confined in an infinite square wave potential with rigid walls. Obtain eigenfunctions and energy eigenvalues. നമ്മൾ ഈ എനർജി വാല്യൂസിനെ അല്ലെങ്കിൽ മൊമെൻ്റ് അതുപോലുള്ള വാല്യൂസിനെ ഐഗൻ വാല്യൂസ് എന്നാണ് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ഫംഗ്ഷനെയും ഐഗൻ ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഐഗൻ ഫംഗ്ഷനും ഐഗൻ വാല്യൂസും. ഒബ്റ്റെയിൻ ഐഗൻ ഫംഗ്ഷൻസ് ആൻഡ് എനർജി ഐഗൻ വാല്യൂസ് ഓഫ് എ പാർട്ടിക്കിൾ കൺഫൈൻഡ് ഇൻ ആൻ ഇൻഫിനിറ്റ് സ്ക്വയർ വേവ് പൊട്ടൻഷ്യൽ വിത്ത് റിജിഡ് വാൾസ്. അപ്പോൾ ഒരു ബോക്സിനകത്ത് കിടക്കുന്ന പാർട്ടിക്കിളിൻ്റെ വ്യത്യസ്തമായ എനർജികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ ഇത് ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ ഒക്കെ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബോക്സ്, ഒരു പെട്ടി, ആ പെട്ടിയുടെ അകത്ത് ഒരു ബോൾ കിടക്കുകയാണ്. ഒരു തീപ്പെട്ടി കുടുംബം വിചാരിക്കുക, തീപ്പെട്ടി അതിൻ്റെ ആ മാച്ച് ബോക്സ് വിചാരിക്കുക, അതിനകത്തൊരു ചെറിയൊരു ബോൾ കിടക്കുകയാണ്. അപ്പോൾ അത് ചലിക്കുകയാണെങ്കിൽ ആ ബോൾ നമ്മൾ ഈ പെട്ടി ചലിപ്പിച്ചാൽ ആ ബോൾ ചലിക്കും. അപ്പോൾ ബോൾ ചലിക്കുകയാണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് എനർജീസ് ഉണ്ടാകും. ഓരോരോ വെലോസിറ്റിയിലും ഓരോ എനർജി കിട്ടും. അപ്പോൾ ഏതെല്ലാം വാല്യൂ ആണ് എനർജി അതിനുണ്ടാകുക, അതൊരു ആശയമാണ്, ഒരു ഐഡിയ ആണ്. ഒരു മാച്ച് ബോക്സിനകത്ത്, എംറ്റി ബോക്സിനകത്ത് ഒരു ബോൾ കിടന്നാൽ, ഒരു ചെറിയൊരു ബോൾ സ്റ്റഡ് കിടന്നാൽ, ആ സ്റ്റഡ് ചലിക്കുമ്പോൾ വ്യത്യസ്തമായ വെലോസിറ്റി ഉണ്ടാകും, വ്യത്യസ്തമായ എനർജി വാല്യൂസ് ഉണ്ടാകും. ആ എനർജി വാല്യൂസിന് ഐഗൻ വാല്യൂസ് എന്ന് പറയും. ആ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ക്വാണ്ടം മെക്കാനിക്സിൽ. അപ്പോൾ ആ വാല്യൂ നമ്മൾ കാണുമ്പോൾ പറയാൻ പറ്റും, ആ വാല്യൂ എല്ലാം ഈ ഡിസ്ക്രീറ്റ് വാല്യൂസാണ്, കണ്ടിന്യൂസ് അല്ല. അതായത് ഒരു 1 എന്നുള്ള വാല്യൂ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 4 ആയിരിക്കും കിട്ടുന്നത്, പിന്നെ ചിലപ്പോൾ 9 ആയിരിക്കും കിട്ടുന്നത്, പിന്നെ ചിലപ്പോൾ 16 കിട്ടുന്നത്. ഇടയ്ക്കുള്ള സംഖ്യകളൊന്നും കിട്ടില്ല. അപ്പോൾ എനർജി വാല്യൂസ് എല്ലാം ഡിസ്ക്രീറ്റ്, സെപ്പറേറ്റ് ആണ്, അല്ലാതെ കണ്ടിന്യൂസ് ഓൾ വാല്യൂസ് ഇല്ല. 1, 2, 3 ഇങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള വാല്യൂ വരത്തില്ല. 1 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 9, അങ്ങനെയുള്ള ചില സംഖ്യകളുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് എനർജി വരുന്നത്. അന്നേരം നമ്മൾ പറയുന്ന പേരാണ് എനർജി വാല്യൂസ്, ഓർ എനർജി ഐഗൻ വാല്യൂസ് ആർ ക്വാണ്ടൈസ്ഡ്. അതൊരു ജനറൽ പിക്ചറാണ്. ഇപ്പം നമ്മളിവിടെ പറയുന്നത് ഒരു ആറ്റത്തിൽ ഇലക്ട്രോണാണ് പറയുന്നത്. ഈ എച്ചാറ്റത്തിൽ ഒരു ഇലക്ട്രോൺ നമ്മൾ വിചാരിച്ചാൽ നമുക്കറിയാമല്ലോ, എച്ചാറ്റം ഫസ്റ്റ് ഓർബിറ്റ് ഉണ്ട്, സെക്കൻഡ് ഓർബിറ്റ് ഉണ്ട്, തേർഡ് ഓർബിറ്റ് ഉണ്ട്, അങ്ങനെയുണ്ട്. ഫസ്റ്റ് ഓർബിറ്റിൽ എനർജി -13.6 ആണ്, സെക്കൻഡ് ഓർബിറ്റിൽ എനർജി -3.4 ആണ്. അതിൽ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -13.6/n² എന്നാണ്. N1 കൊടുക്കാം, N2 കൊടുക്കാം, N3 കൊടുക്കാം. അപ്പോൾ 13.6, -13.6, -3.4, -1.51 എന്നിങ്ങനെയുള്ള വാല്യൂസാണ് കിട്ടുന്നത്. അല്ലാതെ എല്ലാ വാല്യൂസും കിട്ടത്തില്ല. എല്ലാ വാല്യൂസും കിട്ടാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ. അപ്പോൾ എച്ചാറ്റത്തിൽ ഇലക്ട്രോൺ എനർജി എല്ലാം ക്വാണ്ടൈസ്ഡാണ്. ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു ബോക്സിനകത്തുള്ള എനർജിയും ക്വാണ്ടൈസ്ഡാണ്. പ്രത്യേകം വാല്യൂയാണ് കിട്ടുകയുള്ളൂ. അത് നമ്മൾ തെളിയിക്കുകയാണ്. എല്ലാ വാല്യൂസും ഇല്ല, പ്രത്യേകം വാല്യൂസ് എനർജിക്ക് ഉണ്ടാകും. ആ എനർജി ഐഗൻ വാല്യൂ എന്ന് പറയും, എനർജി ഐഗൻ വാല്യൂസ്. അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ പാർട്ടിക്കിളിൻ്റെ ബോക്സ് വിചാരിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 ഡയമെൻഷണൽ ബോക്സാണ്. നമ്മൾ 3 ഡയമെൻഷണൽ ബോക്സ്, ശരിക്കും ബോക്സ് 3 ഡയമെൻഷനാണ്, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ട്. പക്ഷെ നമ്മൾ സൗകര്യത്തിന് 1 ഡയമെൻഷൻ, ഒരു ദിശയിൽ മാത്രം പാർട്ടിക്കിളുടെ മോഷൻ അനുവദിക്കുന്ന ഒരു ബോക്സ്, അതിന് 1 ഡയമെൻഷണൽ ബോക്സ് ആണെന്ന് വിചാരിക്കുന്നത്, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ 1 ഡയമെൻഷണൽ ബോക്സ്, അങ്ങനെ ഒരു ബോക്സ് ഇല്ല. എങ്കിലും നമുക്ക് പറയാം പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ മാത്രം ചലിക്കുകയാണ്
വൈയിലും ഇസഡിലും അതിന് വെലോസിറ്റി ഇല്ലെങ്കിൽ അതിനെ നമുക്ക് വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയാം. ആ വൺ ഡയമെൻഷണൽ ബോക്സിൽ കിടക്കുന്ന പാർട്ടിക്കിളിൻ്റെ എനർജി ഏതൊക്കെയാണ്? ഈ ബോക്സിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റ് സ്ക്വയറബിൾ പൊട്ടൻഷ്യൽ. ഇൻഫിനിറ്റ് സ്ക്വയറബിൾ പൊട്ടൻഷ്യൽ എന്നാണ്. കാരണം ആ ബോക്സിനകത്ത് കിടക്കുന്ന പാർട്ടിക്കിളിന്, ബോക്സ് അടച്ചൊരു ബോക്സാണ്, ആ ബോക്സിനകത്ത് നിന്ന് പാർട്ടിക്കിൾ ഒരിക്കലും പുറത്തു പോകാൻ പറ്റത്തില്ല, ബോക്സ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുപോലെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലിൽ കിടക്കുന്ന ആ പുറത്ത് ഇൻഫിനിറ്റി പൊട്ടൻഷ്യലാണ്, പാർട്ടിക്കിളിന് പുറത്തേക്ക് ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം കേസ് അത് നമ്മൾ പടത്തിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്. പടം താഴെ വരയ്ക്കുന്നുണ്ട്, അതിന് മുമ്പ് നമുക്ക് സെൻറ്റൻസ് വായിക്കാം. കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് in one dimensional potential well as shown in the figure. Inside the well potential V is equal to 0 and outside the well potential is infinity. That is V is equal to 0 when minus a less than x less than a and V is infinity when x greater than a. അപ്പോൾ ഈ പാർട്ടിക്കിളിനെ ആ ബോക്സിനെ നമ്മൾ വിവരിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ പറയുകയാണ്. അപ്പോൾ ആ ബോക്സിൻ്റെ ഡയമെൻഷൻ നോക്കിയേ, ഇതാണ് ഈ ബോക്സിൻ്റെ പൊട്ടൻഷ്യൽ ഡയഗ്രാം. ആ ബോക്സിൻ്റെ നീളം നമ്മൾ -8 + ആണ്, മൊത്തം നീളം 2a വരും. O എന്ന മിഡ് പോയിൻ്റാണ്. ഒരു പാർട്ടിക്കിളാണ് ചലിക്കുന്നത്, ആരോട്ട് കാണിച്ചിരിക്കുന്നത്. അകത്തുള്ള പൊട്ടൻഷ്യൽ V0 ആണ്, പുറത്തുള്ള പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ടാണ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത്. ഒരു കിണർ പോലെയാണ് ഈ സംഭവം. അപ്പോൾ കിണറ്റിൽ കിടക്കുന്ന ഒരു വസ്തു, ഒരു കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ഒരിക്കലും ജമ്പ് ചെയ്ത് ആ കിണർ ചാടി കിടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ കേസ്. പാർട്ടിക്കിൾ ഈ വെല്ലിനകത്ത് കിടക്കുകയാണ്. ആ വെല്ലിൻ്റെ ഭിത്തി ഇൻഫിനിറ്റ് ഹൈറ്റാണ്. ആ പാർട്ടിക്കിൾ ജമ്പ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷെ അതിന് ചലിക്കാം. ചലിക്കുമ്പോൾ വ്യത്യസ്തമായ എനർജി കിട്ടും. ആ എനർജി വാല്യൂസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ആ വെൽ ഡയമെൻഷൻ -8 + a ആണ്. നമ്മൾ ഒറിജിനായിട്ട് സെൻറ്റർ പോയിന്റ് എടുക്കും. പാർട്ടിക്കിളാണ് ആ ഡോട്ട്, കറുത്ത ഡോട്ട് കാണിച്ചിരിക്കുന്നത്. അത് ചലിക്കുന്നു. പൊട്ടൻഷ്യലാണ് നമ്മൾ മേപ്പോട്ട് എടുക്കുന്നത്, ഫംഗ്ഷൻ ഓഫ് എക്സ്. പിന്നെ x = +a x = -a ആ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആയിട്ട് മാറും. പുറത്തേക്ക് ഇൻഫിനിറ്റിയാണ്, അകത്ത് മാത്രം 0 പൊട്ടൻഷ്യലാണ് പാർട്ടിക്കിൾ കിടക്കുന്നത്. ആ പാർട്ടിക്കിളിന് അവിടെ ജമ്പ് ചെയ്യാൻ പ്രയാസമാണ്. കൺസിഡർ ആൻ ഇൻഫിനിറ്റ് സ്ക്വയറൽ പൊട്ടൻഷ്യൽ വിത്ത് വാൾസ് അറ്റ് -a and +a. The walls are of infinite height. The particle is inside the well. The potential is 0. When the particle moves, it will get energy, and that energy eigenvalues we calculate as follows. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഷ്രോഡിംഗർ ഇക്വേഷൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷ്രോഡിംഗർ ഇക്വേഷനാണ്. അതിന് നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷനാണ് എടുക്കുന്നത്. വി നോ ദ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം ഓഫ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം പറയണം കേട്ടോ. അത് നമ്മൾ രണ്ട് തരത്തിൽ പറഞ്ഞു, ഡെൽ സ്ക്വയർ സൈ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞിട്ടാണ് ഡെൽ സ്ക്വയർ സൈയിലേക്ക് പോയത്. ഇത് വൺ ഡയമെൻഷൻ നമ്മൾ എഴുതുന്നത് -h² d² + v അല്ലെങ്കിൽ ∂² + v psi = E psi. അതായത് h psi c psi നമ്മൾ എഴുതിയാണ് കേട്ടോ. h psi c psi വൺ ഡയമെൻഷനിൽ. ഇൻസൈഡ് ദ വെൽ v = 0. ഇവിടെ ഓപ്പറേറ്റർ ഹം വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ TIS എഴുതുന്നത്. ഇക്ക് പകരം എച്ചിന് പകരം അതിൻ്റെ പിന്നെ ഓപ്പറേറ്റർ വൺ ഡയമെൻഷനാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ d² എന്ന് വരുന്നത്. അല്ലെങ്കിൽ ഡെൽ സ്ക്വയർ കൊടുക്കണമായിരുന്നു. ഈ വെല്ലിൻ്റെ അകത്ത് പൊട്ടൻഷ്യൽ 0ആണ്, v 0ആണ്, പൊട്ടൻഷ്യാലിറ്റി 0ആണ്. സോ ഇൻസൈഡ് ദ വെൽ v = 0. അപ്പോൾ എന്ത് കിട്ടും ഇക്വേഷൻ? ആ മുകളിലത്തെ ഇക്വേഷനകത്ത് v0 ആകും. അപ്പോൾ -h² d² into psi of psi = E psi. ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ അത് ചേർത്ത് എഴുതണം. -h² d² ഡോ വേണമെന്നില്ല, കാരണം ഇത് വൺ ഡയമെൻഷനേ ഉള്ളൂ. ഇപ്പോൾ d എന്ന് എഴുതാം. d² psi d² -E psi = 0. ആ മൈനസ് ത്രൂ ഔട്ട് വെട്ടിക്കളയുക. h² d² psi d² + E psi is 0. Multiply by 2m/h² d² psi d² + 2m/h² E psi is 0. ഇത്ര എഴുതുന്നില്ല, നമ്മൾ പഠിച്ച TIS എഴുതിയാൽ മതി. എന്താണ് TIS?
ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m/h സ്ക്വയർ ഇ മൈനസ് വി സൈ ഈക്വൽ ടു 0 എന്നിട്ട് v0 എടുത്താൽ മതി. നമ്മൾ പഠിച്ച ഫോം ഉണ്ടല്ലോ, എച്ച് സൈ ഇ സൈ അല്ലാതെ അവസാനത്തെ ഫോം ഉണ്ടല്ലോ, അതായത് ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m/h സ്ക്വയർ ഇ മൈനസ് വി സൈ ഈക്വൽ 0 എന്നുണ്ടല്ലോ, അത് എഴുതിയിട്ട് v0 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് കിട്ടും. വട്ടൈബ്രേഷൻ ആകുമ്പോൾ ഇങ്ങനെ വരും, ഡി സ്ക്വയർ സൈ ബൈ ഡി സ്ക്വയർ പ്ലസ് 2m/h സ്ക്വയർ ഇ സൈ ഈക്വൽ 0. അപ്പോൾ അത് ആ വെല്ലിൽ കിടക്കുന്ന പാർട്ടിക്കിളിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. പുട്ട് 2m/h സ്ക്വയർ ഇസ് കെ സ്ക്വയർ. കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ 2me/h സ്ക്വയറിനെ കെ സ്ക്വയർ എന്ന് വിളിക്കണം. അപ്പോൾ കെ എന്തായിരിക്കും? √2me/h സ്ക്വയർ. ഈ കെയുടെ വാല്യൂ പ്രത്യേകം ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് ഡി സ്ക്വയർ സൈ ബൈ ഡി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ 0. ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഈ ഇക്വേഷനുകളിൽ പരിചയമുള്ള ഇക്വേഷനാണ്. ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ ഈസ് ഈക്വൽ 0 എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് സെക്കൻഡ് ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ഡി സ്ക്വയർ സൈ ബൈ ഡി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ 0. ഇക്വേഷൻ നമ്പർ 2. ഇതിന് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ for simple harmonic motion and its solution. You read as solution. Solution can be written in the form psi is equal to a sin kx plus b cos kx. Equation number 3. a sin kx എന്ന് വിചാരിച്ചാലും സൊല്യൂഷനാണ്, അല്ലെങ്കിൽ ബി കോസ് കെ എക്സ് എന്ന് വിചാരിച്ചാലും സൊല്യൂഷനാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി കൃത്യതയ്ക്ക് വേണ്ടി രണ്ടിൻ്റെയും സമ്മാണ് സൊല്യൂഷൻ എന്ന് വിചാരിക്കുകയാണ്. psi is equal to a sin kx plus b cos kx. ഒരു കൊസൈൻ ഫംഗ്ഷൻ്റെയും ഒരു സൈൻ ഫംഗ്ഷൻ്റെയും സമ്മാണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് കരുതുകയാണ്. വെൻ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ, അതായത് ആ വെല്ലിൻ്റെ വക്ക് പെട്ടിയുടെ അരികെ ആ മൈനസ് എ പ്ലസ് എ ഓർക്കുക. വെൻ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ദെൻ പാർട്ടിക്കിൾ ജസ്റ്റ് ഔട്ട്സൈഡ്, ആ ഭിത്തിയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ ഭിത്തിയുടെ പുറത്തങ്ങ് വിചാരിക്കണം, ജസ്റ്റ് ഔട്ട്സൈഡ്. ദെൻ വേവ് ഫംഗ്ഷൻ സൈ ഈസ് ഈക്വൽ 0. പാർട്ടിക്കിൾ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് എയിൽ അല്ലെങ്കിൽ എക്സ് ഈക്വൽ മൈനസ് എയിൽ വന്നാൽ ആ ജസ്റ്റ് ഔട്ട്സൈഡ് ആകും. അപ്പോൾ അവിടെ വേവ് ഫംഗ്ഷൻ ഇല്ല. വേവ് ഫംഗ്ഷൻ ഉള്ളത് പെട്ടിക്കകത്ത് മാത്രം, വെല്ലിന് അകത്ത് മാത്രം. അങ്ങനെ സപ്പോസ് ചെയ്തോളണം. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ്. അതായത് സൈഡ് ഇക്വേഷനിൽ വിചാരിച്ചത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എ കൊടുത്താൽ നമുക്ക് കിട്ടും 0 ഈസ് ഈക്വൽ ടു എ സൈൻ കെ പ്ലസ് ബി കോസ് കെ എന്ന് കിട്ടും. കാരണം എക്സിൻ്റെ വാല്യൂ എ കൊടുക്കുമ്പോൾ പാർട്ടിക്കിൾ അതിൻ്റെ ആ ഭിത്തിക്ക് പുറത്ത് വരും, അവിടെ ഫംഗ്ഷൻ ഇല്ല. അതുകൊണ്ട് 0 ഈസ് ഈക്വൽ എ സൈൻ കെ പ്ലസ് ബി കോസ് കെ എന്ന് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ അതൊന്ന് മോഡിഫൈ ചെയ്ത് പറയാം കേട്ടോ. കാര്യം 0 ഈസ് ഈക്വൽ എ സൈൻ മൈനസ് കെ, അതായത് ഇപ്പോൾ സൈൻ മൈനസ് തീറ്റ സൈൻ തീറ്റ ആണല്ലോ. ഇപ്പോൾ ഒരു മൈനസ് കെ കൊടുത്ത് നമുക്ക് തെറ്റില്ല. ബി കോസ് മൈനസ് കെ നോക്കട്ടെ, നമ്മൾ എന്താണ് ചെയ്ത് നോക്കുക. നമ്മൾ സൈഡ് വാല്യൂ നമ്മൾ ആദ്യം പ്ലസ് എ കൊടുക്കും, പിന്നെ മൈനസ് എ കൊടുക്കുക, മൈനസ് എ രണ്ടാമത്തെ മൈനസ് എ കൊടുക്കുന്നതാണ്. ആദ്യം പ്ലസ് എ രണ്ടാമത്തെ മൈനസ് എ. പ്ലസ് എ കൊടുക്കാം, മൈനസ് എ കൊടുക്കാം കേട്ടോ. പ്ലസ് എ കൊടുക്കുമ്പോൾ എ സൈൻ കെ പ്ലസ് ബി കോസ് കെ എന്ന് കിട്ടും. മൈനസ് എ കൊടുക്കുമ്പോൾ അത് ഇക്വേഷൻ നമ്പർ 4. മൈനസ് എ കൊടുക്കുമ്പോൾ 0 ഈസ് എ സൈൻ മൈനസ് കെ പ്ലസ് ബി കോസ് മൈനസ് കെ. അത് ഒന്നുകൂടി എഴുതുമ്പോൾ ഈ സൈൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ കെ ആണല്ലോ, കോസ് മൈനസ് കെ എന്ന് പറഞ്ഞാൽ പ്ലസ് കോസ് കെ ആണല്ലോ. സൈൻ മൈനസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ, കോസ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ. ദാറ്റ് ഐഡിയ വി അപ്ലൈ. ആഡിങ് 4 and 5 ഇവ രണ്ടും കൂട്ടണം. ഇപ്പോൾ 0 ഈസ് ഈക്വൽ 2b കോസ് കെ എ, 2 വെട്ടിപ്പോവും അപ്പുറം ഇപ്പുറം. ബി വേണേൽ വെട്ടാം, പക്ഷേ ബി കീപ്പ് ചെയ്യണം. കാരണം കോൺസ്റ്റന്റ് കൊണ്ട് രണ്ട് സൈഡിലും വെട്ടിയാൽ നമുക്ക് ശരിയാകും, പക്ഷേ ബി കൊണ്ട് വെട്ടാൻ പാടില്ല.
ബി കീപ്പ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബി കോസ് കെ ഈസ് 0. പുട്ട് ദിസ് ഇക്വേഷൻ 4, മുകളിലുണ്ട് 4, 4നകത്ത് കൊടുക്കണം 0 ഈസ് ഈക്വൽ ടു എ സൈൻ കെ എ പ്ലസ് 0 എന്ന് വരും. കാരണം ബി കോസ് കെ എ 0 ആണല്ലോ. ദാറ്റ് ഈസ് എ സൈൻ കെ ഈസ് 0. ഇക്വേഷൻ നമ്പർ 7. If a is equal to 0, b is equal to 0 from 3, b get psi 0. എയും ബിയും 0 ആണെങ്കിൽ ഇവിടെ ഇക്വേഷൻ നമ്പർ 3 നോക്കിക്കേ. 3 നേരത്തെ ഉണ്ട്. ഇക്വേഷൻ നമ്പർ 3, ഇതാണ് 3. psi is a sin കെ എ പ്ലസ് ബി കോസ് കെ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. അപ്പോൾ അവിടെ എയും ബിയും 0 ആണെങ്കിൽ വേവ് ഫംഗ്ഷൻ ഇല്ലാതെ വരുമെന്ന് പറയുകയാണ്. If a is 0, b is 0, from equation 3 we get psi 0. വേവ് ഫംഗ്ഷൻ ഇല്ല. വേവ് ഫംഗ്ഷൻ ഇല്ലാത്തൊരു കാര്യം നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ, അക്സെപ്റ്റബിൾ, സ്വീകാര്യമല്ല. ദെയർഫോർ 2 പോസിബിലിറ്റീസ് ആർ ദെയർ. അതുകൊണ്ട് 2 പോസിബിലിറ്റി നമ്മളോട് വിചാരിക്കും. പോസിബിലിറ്റി 1, ഫസ്റ്റ് പോസിബിലിറ്റി എ ഈക്വൽ 0, ബി നോട്ട് ഈക്വൽ 0. സെക്കൻഡ് പോസിബിലിറ്റി എ നോട്ട് ഈക്വൽ 0, ബി ഈക്വൽ 0. അതായത് എയും ബി 0 ആണെങ്കിൽ വേവ് ഫംഗ്ഷനിൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ എയും ബി 0 ആകുന്ന കേസില്ല. ഒന്നെങ്കിൽ എ 0 ആകാം, ബി 0 ആകാൻ പാടില്ല. അല്ലെങ്കിൽ രണ്ടാമത്തത് പിന്നെ എ 0 ആകില്ല, ബി 0 ആകാം. അങ്ങനെ 2 പോസിബിലിറ്റി ഉണ്ട്. ഈ 2 പോസിബിലിറ്റിയും നമ്മൾ മാറി മാറി പരീക്ഷിക്കുകയാണ്. കൺസിഡർ ദി ഫസ്റ്റ് കേസ്, ആദ്യ കേസ്, ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ 0, ബി നോട്ട് ഈക്വൽ 0. സോ ഫ്രം ഇക്വേഷൻ 6, ഇക്വേഷൻ 6ലേക്ക് തിരികെ പോയി നോക്കുക. വി ഗെറ്റ് കോസ് കെ ഈസ് ഈക്വൽ 0. നിങ്ങൾ പോയി നോക്കിയാൽ മതി, ഞാൻ തിരികെ പോകണ്ടല്ലോ. അവിടെ നമ്മൾ എ മാത്രം 0 ഇടണം, ബി 0 ഇടാൻ പാടില്ല. അപ്പം ബി കോസ് കെ എന്നുള്ള ടേം ഉണ്ടാകും. അതിൽ ബി വെട്ടിപ്പോയി കോസ് കെ 0 എന്ന് കിട്ടും. ഈ കോസ് കെ 0 ആണെങ്കിൽ അത് എഴുതുന്ന മറ്റൊരു രീതിയാണ് കോസ് n ബൈ 2. കോസ് കെ 0 ആണെങ്കിൽ അതിനെ കോസ് n ബൈ 2 എന്ന് പറയാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എൻ്റെ വാല്യൂ 135 മാത്രമേ വരാൻ പാടുള്ളൂ. ഓഡ് സംഖ്യകൾ മാത്രമേ വന്നാലേ ഈ കോസ് n ബൈ 2 0 ആകുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. n1 ഇട്ടാൽ കോസ് പൈ ബൈ 2, കോസ് പൈ ബൈ 2 അത് 0 ആണ്. n3 ഇട്ടാൽ കോസ് 3 പൈ ബൈ 2 0 ആണ്. 5 ഇട്ടാൽ 5 പൈ ബൈ 2 കോസ് അത് 0 ആണ്. അപ്പോൾ ഈ 135 വന്നാൽ ഈ കോസ് കെ കോസ് n പൈ ബൈ 2 എന്ന് എഴുതാം, അത് 0 ആണ്. 2, 4, 6 പോലുള്ള വാല്യൂ വരാൻ പാടില്ല. ആ കോസും അപ്പുറം ഇപ്പുറം മാറ്റി കഴിഞ്ഞാൽ കെ ഈസ് n പൈ ബൈ 2 സ്ക്വയർ ചെയ്യണം. സ്ക്വയർ കെ സ്ക്വയർ എ സ്ക്വയർ ഈസ് n സ്ക്വയർ പൈ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. നമുക്ക് കെ സ്ക്വയറിൻ്റെ വാല്യൂ അറിയാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഓർക്കണമെന്ന് പറഞ്ഞില്ലേ കെ സ്ക്വയറിൻ്റെ വാല്യൂ. കെ സ്ക്വയർ ഈസ് 2me ബൈ h കട്ട് സ്ക്വയർ. ആ വാല്യൂ ഇവിടെ ഇടണം. അപ്പോൾ 2me ബൈ h കട്ട് സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഈസ് n സ്ക്വയർ പൈ സ്ക്വയർ. അതിൽ ഈ കാണുമ്പോൾ n സ്ക്വയർ പൈ സ്ക്വയർ h കട്ട് സ്ക്വയർ ബൈ 8ma സ്ക്വയർ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ. ഇവിടെ n വാല്യൂ 135 ആണ് കേട്ടോ. n വാല്യൂ എന്ന് പറയുന്നത് 135 പോലുള്ള വാല്യൂസ് ആണ്. അവിടെ സൈഡിലുണ്ട്, അവിടെ 133 അല്പം കാണാവൂ. മാർക്കിൽ വേറെ n ഈസ് 135 എക്സെട്രാ എന്ന് ചോദിക്കണം. ഓൺലി ഓഡ് വാല്യൂസ്. This equation number 8 gives the energy eigenvalue of particle in the square well potential. The corresponding eigenfunction is, അതിനുള്ള eigenfunction എന്താണ്? Eigenfunction is psi is b cos kx. കെയുടെ വാല്യൂ ഇടുക. കെയുടെ വാല്യൂ n പൈ ബൈ 2a ആണല്ലോ. ദാറ്റ് ഈസ് psi ഈസ് ഈക്വൽ ടു b cos n പൈ ബൈ 2a x, ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ 3ൽ നിന്നാണ് ഇത് കാണിക്കുന്നത്. എ അവിടെ 0 ആകുമ്പോൾ ബി കോസ് കെ എക്സ് ഇട്ട് കെയുടെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചു. എനിക്ക് 2 വിലയുണ്ട്. റൂട്ട് 2me ബൈ h കട്ട് സ്ക്വയർ ഉണ്ട്, പിന്നെ n പൈ ബൈ 2a ഉണ്ട്. അപ്പോൾ n പൈ ബൈ 2a കൊടുക്കണം. ഇപ്പോൾ psi ഈസ് ഈക്വൽ b cos n പൈ ബൈ 2a x, ഇക്വേഷൻ നമ്പർ 9. ഇതാണ് ഐഗൻ ഫങ്ഷൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഐഗൻ വാല്യൂ, ഇതാണ് ഐഗൻ വാല്യൂ, എനർജി ഐഗൻ വാല്യൂ n സ്ക്വയർ പൈ സ്ക്വയർ h കട്ട് സ്ക്വയർ ബൈ 8ma സ്ക്വയർ. ഇതാണ് ഐഗൻ ഫങ്ഷൻ. ഏത്? ബി കോസ് n പൈ ബൈ 2a ഇൻറ്റു എക്സ്.
ഐഗൻ ഫംഗ്ഷൻ. അപ്പോൾ അതൊരു കേസാണ്. ഇനി നമ്മൾ സെക്കൻഡ് കേസ് ട്രൈ ചെയ്യണം. അതുകൂടി ചേർത്താണ് അവസാനം പറയുന്നത്. സെക്കൻഡ് കേസ് ട്രൈ ചെയ്യണം. എന്താണ് സെക്കൻഡ് കേസ്? എ നോട്ട് ഈക്വൽ 0, ബി ഈക്വൽ 0. ദെൻ ഇക്വേഷൻ 4 ബിക്കംസ് 0 ഈസ് ഈക്വൽ ടു എ സൈൻ കെ. ദാറ്റ് ഈസ് സൈൻ കെ ഈസ് 0. ഈ സൈൻ കെ 0 ആണെങ്കിൽ എന്താ കണ്ടീഷൻ? സൈൻ കെ 0 ആണെങ്കിൽ നമ്മൾ പറയും കെ ഈസ് സൈൻ കെ ഈസ് ഈക്വൽ ടു സൈൻ n by 2, വേർ n ഈസ് 0, 1, 0, 2, 4, 6 ഓൺലി ഈവൻ നമ്പേഴ്സ്. എന്നാലും ശരിയാവുള്ളൂ. അതായത് n 0 ഇട്ടാൽ സൈൻ 0 0, n 2 ഇട്ടാൽ സൈൻ 2π/2 സൈൻ പൈ വിച്ച് ഈസ് ഓൾസോ 0. അപ്പോൾ 4 ഇട്ടാലും നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ 0 കിട്ടണമെങ്കിൽ സൈൻ കെ എ സൈൻ nπ/2 എന്ന് എഴുതണം. അപ്പോൾ സൈൻ മാറ്റിയാൽ കെ എ ഈസ് nπ/2, കെ ഈസ് nπ/2a. നമുക്ക് നേരത്തെ കിട്ടിയ കെയുടെ വാല്യൂ തന്നെ ഇവിടെയും കിട്ടും. സ്ക്വയറിങ് കെ സ്ക്വയർ ഈസ് n സ്ക്വയർ പൈ സ്ക്വയർ ബൈ 4a². നമുക്ക് കെ സ്ക്വയർ വാല്യൂ അറിയാമല്ലോ. 2m/h² സ്ക്വയർ, 2m/h² സ്ക്വയർ ഈസ് n സ്ക്വയർ പൈ സ്ക്വയർ ബൈ 4a². ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ പൈ സ്ക്വയർ h² സ്ക്വയർ ബൈ 8ma². 8ma². നേരത്തെ കിട്ടിയ അതേ വാല്യൂ തന്നെയാണ്. എനർജി ഐഗൻ വാല്യൂ നേരത്തെ കിട്ടിയത് തന്നെ. പക്ഷേ ഇവിടെ ദ വാല്യൂ ഓഫ് n ഈസ് 2, 4, 6 etc. Zero value will not be taken. Zero value we will not take, because if you take, energy value becomes 0. So to avoid that confusion, zero value, we take even values for n as 2, 4, 6 etc. പറഞ്ഞതാണ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ പൈ സ്ക്വയർ h² സ്ക്വയർ ബൈ 8ma² എനർജി ഐഗൻ വാല്യൂ. ഇത് നമ്മൾ നേരത്തെ കോസ് ഫംഗ്ഷനിൽ കിട്ടിയ അതേ ഇക്വേഷനാണ്. ഇവിടെ n വാല്യൂ നമ്മൾ വിചാരിച്ച 0, 2, 4, 6 അങ്ങനെയായിരുന്നു. പക്ഷെ 0 വാല്യൂ സ്വീകാര്യമല്ല. 0 വാല്യൂ സ്വീകാര്യമല്ലെന്ന് പറഞ്ഞാൽ കാര്യം അത് എനർജി 0 ആയി പോകും. അപ്പോൾ എനർജി 0 ആകുന്നൊരു കേസ് നമുക്ക് ചിന്തിക്കേണ്ടതില്ല. കാരണം എച്ചാറ്റത്തിൽ ഇലക്ട്രോൺ ഏത് ഓർബിറ്റിൽ കറങ്ങിയാലും എനർജി ഉണ്ട്. നമ്മളവിടെ റേഡിയസ് പഠിച്ചില്ല. റേഡിയസ് എച്ചാറ്റത്തിൽ പഠിക്കുന്നതാണ്. ε0 n സ്ക്വയർ സ്ക്വയർ ബൈ πm². അങ്ങനെ എച്ചാറ്റം പഠിക്കുന്നത്. അപ്പോൾ ε0 n സ്ക്വയർ സ്ക്വയർ ബൈ πm². റേഡിയസ് ആണ്. n 0 ഇട്ട് നോക്കിക്ക്, റേഡിയസ് 0 ആകും. ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ പതിക്കും. അത് സംഭവിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് n വാല്യൂ 0 വരാൻ പാടില്ല എന്ന് പറയുന്നത്. എച്ചാറ്റത്തിൽ n കോട്ടൺ നമ്പറാണ്. ഇവിടെ നമ്പേഴ്സായിട്ട് കൊടുക്കുക, ഇൻറ്റിജർ വാല്യൂസ് ആയിട്ട് കൊടുക്കുകയാണ്. ഈ കേസിൽ അത് 2, 4, 6 etc. ആണ്. 0 ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ. ഇനി നമ്മൾ പറയുന്നത് ഈ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് പറയാൻ പോകുക. അപ്പോൾ ഇവിടുത്തെ കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ എന്താണ്? ദ കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ ഈ psi is equal to a sin kx, put the value of k. Psi is equal to a sin n/2i into x, equation number, where n is equal to 2, 4, 6 etc. പിന്നെ ആ n is equal to 0 വരില്ല. അത് എന്തുകൊണ്ട് എന്ന് പറയുകയാണ്. ദ കോഡ് നമ്പർ n equal to 0 is not included because it corresponds to a trivial solution psi is equal to 0. അപ്പോൾ n is equal to 0 നമ്മൾ ചേർക്കുന്നില്ല. n is equal to 0 നമ്മൾ ചേർക്കുന്നില്ല. കാരണം അതൊരു ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്, അൺഅക്സെപ്റ്റബിൾ സൊല്യൂഷൻ. അങ്ങനെ ഒരു എനർജി വാല്യൂ പാർട്ടിക്കിളിന് വരാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് n is equal to 0 നമുക്ക് സ്വീകാര്യമല്ല. ഇറ്റ്സ് എ ട്രിവിയൽ സൊല്യൂഷൻ, അൺഅക്സെപ്റ്റബിൾ സൊല്യൂഷൻ. n is 0. So here n values are 2, 4, 6 etc. Previously n values are 1, 2, 3, 1, 3, 5 etc. So here is a summary. Let's say last one. Therefore, complete the set of wave function for the particle can be written as രണ്ട് സെറ്റ് വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിയത്. psi is equal to b cos n/x/2a, where n is 1, 2, 3 etc. 1, 3, 5 etc. Psi is equal to a sin n/x/2a, where n is 2, 4, 6 etc. ഇവിടെ എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്നതിന് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയാം കേട്ടോ. എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ഒരു നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. ഇത് വേവ് ഫംഗ്ഷനാണ്. എല്ലാ വേവ് ഫംഗ്ഷൻ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഉണ്ട്. ഇവിടെ എയും ബിയും ആണ്, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ആണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. അത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ പ്രോബ്ലമായിട്ട് വേറെ ചെയ്യുന്നുണ്ട്. ഇത് നോർമലൈസേഷൻ കോൺസ്റ്റന്റ്
ഇൻ ബോത്ത് കേസ് ഈസ് 1/√a. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ, ഈ രണ്ട് ഫംഗ്ഷൻ്റെയും, ഈ ബി കോസിൻ്റെയും അതുപോലെ എ സൈൻ്റെയും രണ്ട് ഫംഗ്ഷൻ്റെയും നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് 1/√a ആണെന്ന് കാണാം. അത് പുറകെ കാണാം നമുക്ക്. Therefore, the complete set of eigenfunctions are psi or psi nx. നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിലെ ഫംഗ്ഷനാണ്, n ടേംസ് ഉണ്ട്, അത് n നമ്പർ ഉണ്ട്. sin nx is 1/√a cos n/x/2a where n is 1, 3, 5 etc. and sin nx is equal to 1/√a sin n/x/2a where n is 2, 4, 6 etc. No 0. The eigenvalue in both the cases can be written as, രണ്ട് കേസിലും നമുക്ക് ഒരേ ഐഗൻ വാല്യൂ ആണ് കിട്ടുന്നത്. വേവ് ഫംഗ്ഷൻ മാറാമെങ്കിലും കോസ് മാറി സൈൻ ആകാമെങ്കിലും എനർജി ഐഗൻ വാല്യൂവിന് യാതൊരു മാറ്റവും ഇല്ല. രണ്ട് കേസിലും കിട്ടുന്നത് E is equal to n square pi square h cut square by 8m square. The eigenvalue in both the cases can be written as E is n square pi square h cut square by 8m square. രണ്ട് കേസിലും ഒരേ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. വേറെ n is equal to 1, 2, 3, 4, 5, 6 etc. അതായത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ വേവ് ഫംഗ്ഷൻ മാറും, എനർജി ഐഗൻ വാല്യൂ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് രണ്ടിൻ്റെയും ആ കോഡൻ നമ്പറുകൾ n വാല്യൂസ് ഒരുമിച്ച് ചേർത്ത് 0 പാടില്ല. 1, 2, 3, 4, 5, 6 എക്സെട്ര എന്ന് കൊടുക്കാം. നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കുക. ദി എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന്. അപ്പോൾ നോക്കിയാൽ ഇവിടെ n വാല്യൂ നമ്മൾ മുകളിലാണ് കൊടുക്കുന്നത്. 1 ഇട്ട് കഴിഞ്ഞാൽ 1 pi square h cut square by 8m square. n വാല്യൂ 2 ഇട്ട് കഴിഞ്ഞാൽ 4 ആണ്. 4 pi square h cut square by 8m square. n വാല്യൂ 3 ഇട്ട് കഴിഞ്ഞാൽ 9 ആണ്. അപ്പോൾ 1 കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ 4 ഇരട്ടി, 4 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 9 ഇരട്ടി, 9 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 16 ഇരട്ടി. അങ്ങനെയുള്ള എനർജിയെ കിട്ടുള്ളൂ. ഇടയ്ക്ക് 3 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി, 7 ഇരട്ടി അങ്ങനെയുള്ള എനർജി കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് എനർജി വാല്യൂ ഓഫ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഈസ് ക്വാണ്ടൈസ്ഡ്. ചില വാല്യൂ മാത്രം 1, 4, 9 ഇരട്ടി പോലുള്ള വിലകൾ മാത്രം. 2 ഇരട്ടിയില്ല, 3 ഇരട്ടിയില്ല, 5 ഇരട്ടിയില്ല, അങ്ങനത്തെ എനർജി ഇല്ല. അതുകൊണ്ട് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ എനർജി ഐഗൻ വാല്യൂ ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയും. ദിസ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ദസ് കൺഫൈൻമെൻറ്റ് ഉള്ളടക്കം എൻക്ലോഷർ ആണ്. നമ്മൾ അതിനകത്ത് വെക്കുകയാണ്. കൺഫൈൻമെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ലീഡ് ടു ക്വാണ്ടൈസേഷൻ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ. ഇപ്പോൾ പാർട്ടിക്കിൾ ഒരു ബോക്സിലാണെങ്കിൽ അത് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജിയിലേക്ക് മാറും. പിന്നെ നമുക്ക് വേവ് ഫംഗ്ഷൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നമ്മൾ ഒരു കോസ് ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ പറഞ്ഞില്ലേ. കോസ് ഫംഗ്ഷൻ ആകുമ്പോൾ n വാല്യൂ 1, 3, 5 എക്സെട്ര. സൈൻ ഫംഗ്ഷൻ ആകുമ്പോൾ n വാല്യൂ 2, 4, 6 എക്സെട്ര. അവയുടെ വേവ് ഫംഗ്ഷൻ നമ്മൾ ഗ്രാഫിക്കലായിട്ട് കാണിക്കുന്നൊരു പടമുണ്ട്. ഐഗൻ ഫംഗ്ഷൻ റെപ്രസെൻറ്റേഷൻ വായിക്കുന്നത് എങ്ങനെ നോക്കി. ഐഗൻ ഫംഗ്ഷൻ റെപ്രസെൻറ്റേഷൻ ഫംഗ്ഷൻ ആയിരിക്കുന്നു കേട്ടോ. ഐഗൻ ഫംഗ്ഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾ ഫോർ ദി ഫസ്റ്റ് 3 എനർജി സ്റ്റേറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദി ഫിഗർ. 3 എനർജി സ്റ്റേറ്റുകളെ ഐഗൻ ഫംഗ്ഷൻ പടത്തിൽ കാണിച്ചിരിക്കുകയാണ്. It is evident that the wave functions corresponding to odd quantum numbers are symmetric, whereas those for even numbers are anti-symmetric. Okay, n1-ൻ്റെ ഫംഗ്ഷൻ നോക്കിക്കേ. അത് താഴെ കാണുന്ന കർവാണ് n ഈസ് 1-ൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അത് 0-ൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ കിടക്കുന്നത്, സിമെട്രിക്കൽ കിടക്കുന്നത് വലത്തോടെ ഇടത്തോട്ട്. അതുപോലെ n3 ഉള്ള പിന്നെ n ഈസ് 3-യുടെ ഫംഗ്ഷൻ നോക്കിക്കേ. നടുക്കുന്ന ഫംഗ്ഷൻ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരേ വിധത്തിലാണ് മാറുന്നത്. അതുകൊണ്ട് സിമെട്രിക് എന്ന് പറയും. നേരെ മറിച്ച് n ഈസ് 2 എന്ന് നോക്കിക്കേ. 2 അവിടെ വേവ് ഫംഗ്ഷൻ ആൻറ്റി സിമെട്രിക് ആണ്. കാരണം പിന്നെ റൈറ്റ് സൈഡിൽ മേപ്പോട്ട് പൊങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിഴിപ്പോട്ട് താഴുകയാണ്. ഇത് ആൻറ്റി സിമെട്രിക്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ദ വേവ് ഫംഗ്ഷൻസ് കറസ്പോണ്ടിങ് ടു ഓഡ് കോണ്ടന്റ് നമ്പേഴ്സ് ആർ സിമെട്രിക്, whereas those for even coordinate numbers are anti-symmetric.
ആൻറ്റിസിമെട്രിക് കേട്ടോ. ക്വാണ്ടം നമ്പേഴ്സ് ഈസ് ആൻറ്റിസിമെട്രിക് വേവിൻ്റെ ഫോമാണ്. ദി എനർജി ഓഫ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് ഗിവൺ വെൻ n is 1. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആണെങ്കിൽ n1 ഇട്ടാൽ മതി. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി E1 is equal to pi square h cut square by 8m square, equation 12. And the corresponding wave function is psi1 is 1 by root cos n by x. n1 കൊടുത്തു pi x by 2a. Equation 12 shows that any particle confined in a box have a certain minimum energy called 0 point energy. ഇപ്പോൾ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ ഏറ്റവും കുറവ് എനർജിയാണ് E1. ആ E1നെ വിളിക്കുന്ന പേരാണ് 0 point എനർജി. അപ്പോൾ 0 point എനർജി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിലെ പാർട്ടിക്കിളിൻ്റെ ഏറ്റവും താഴ്ന്ന എനർജി E1 പൈ സ്ക്വയർ h cut square by 8m square, ഇക്വേഷൻ നമ്പർ 12. ഇത് ഏറ്റവും കുറഞ്ഞ എനർജിയാണ്. മറ്റെല്ലാ എനർജിയും ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 4, 9, 16 പോലെയുള്ള സംഖ്യകളുടെ മൾട്ടിപ്പിൾസ് ആണ്. ഈവണിനെ വിളിക്കുന്ന പേരാണ് 0 point എനർജി. ദിസ് ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയാണ്. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മുടെ സിലബസിൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അത് നിങ്ങൾ +2 ക്ലാസ്സിലൊക്കെ പഠിച്ച് കാണും, അല്ലെങ്കിൽ കെമിസ്ട്രിയൊക്കെ പഠിച്ച് കാണും. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ കൂടിയാണ് ഈ ഇക്വേഷൻ. ഈ അൺസർട്ടനിറ്റിയുടെ സ്പെല്ലിംഗ് പഠിക്കുമ്പോൾ എല്ലാവരും വരുന്ന തെറ്റുണ്ട് കേട്ടോ, അതൊന്ന് ഇവിടെ പറഞ്ഞേക്കാം. ഇത് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഈ അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ അവ്യക്തത എന്ന് പറയും. UNCERTAINTY എൻ കഴിഞ്ഞ് ചിലർ ഐ ഇടാറുണ്ട്. എൻ കഴിഞ്ഞ് NTY ഉള്ള NITY എന്നില്ല. അൺസർട്ടനിറ്റി പറയുമ്പോൾ നമുക്ക് ഒരു NITY എന്ന് എഴുതാൻ തോന്നും, പക്ഷേ NTY ഉള്ളത് പ്രത്യേകം ഓർത്തോളാം കേട്ടോ. സ്പെല്ലിങ് നോക്കുക. UNCERTAINTY എന്നാണ് അതിൻ്റെ സ്പെല്ലിങ്. മിക്കവാറും ആൾക്കാർ തെറ്റിക്കുന്നൊരു സ്പെല്ലിംഗ് ആണ്, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. അൺസർട്ടനിറ്റി. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് വീണ്ടും ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഈ ഫോമിലൊക്കെ വേഡിങ് ഉണ്ടാകാം. എ പാർട്ടിക്കിൾ കൺഫൈൻഡ് ഇൻ എ ബോക്സ് ഹാവ് certain minimum energy called 0 point energy. കമൻറ്റ്. അപ്പോൾ നമ്മൾ ആ 0 point energy വരെയുള്ള കാര്യങ്ങൾ മൊത്തം കാര്യങ്ങൾ എഴുതി കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ചോദിക്കാം obtain the energy eigen values and eigen functions of a particle trapped in a potential Vx is 0 for minus a less than x less than a. അതായത് ഈ മൈനസ് എയുടെയും പ്ലസ് എയുടെ ഇടയ്ക്കാണല്ലോ പാർട്ടിക്കിൾ കിടക്കുന്നത്. ആൻഡ് Vx is 0 അതർവൈസ്, Vx is ഇൻഫിനിറ്റി അതർവൈസ്. പുറത്താണെങ്കിൽ പൊട്ടൻ ഇൻഫിനിറ്റിയാണ്. റെപ്രസെൻറ്റ് ഗ്രാഫിക്കലി ദ ഫസ്റ്റ് 3 eigen functions of a particle in the infinite square potential. അപ്പോൾ ആദ്യം 3 ഫംഗ്ഷൻ വരച്ച് കാണിക്കണം. ഇപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഡ്രോ ഗ്രാഫും വരക്കണം, മൊത്തം എഴുതി. അപ്പോൾ എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് പറയണം നമ്മൾ ഈ ആൻസർ. ഇവിടെ ബോക്സിൻ്റെ ഡയമെൻഷൻ -a to +a എന്നാണ് എടുക്കുന്നത് കേട്ടോ. സെൻറ്റർ ഒറിജിൻ ആണ്. ബോക്സിൻ്റെ ഡയമെൻഷൻ -a to +a ആണ്. അപ്പോൾ മൊത്തം ആ ബോക്സിന് 2 നീളം വരും. ചില ടെസ്റ്റിനകത്ത് 0 to L ആയിട്ട് പറയാറുണ്ട്. ആ ബോക്സിന് നീളം L ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ L ആയിട്ട് പറയുമ്പോൾ ഇക്വേഷൻ മാറ്റമുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കണക്ക് എങ്ങനെയും ചോദിക്കാം, പ്രോബ്ലം എങ്ങനെയും ചോദിക്കാം. ഈ 2i വെച്ചുള്ള ഡയമെൻഷൻ ചോദിക്കാം, അല്ലെങ്കിൽ 0 to L വെച്ചുള്ള ഡയമെൻഷൻ ചോദിക്കാം. അപ്പോൾ L വെച്ചുള്ള ഡയമെൻഷൻ ആകുമ്പോൾ ഫോർമുലയ്ക്ക് മാറ്റം വരും. നമ്മൾ 2i വെച്ചുള്ള ഫോർമുലയാണ് ഇപ്പോൾ പഠിച്ചത് എനർജിയുടെ. ഏതാണ് ഇക്വേഷൻ? E is equal to n square pi square h cut square by 8m square. അത് പ്രത്യേകം ഓർക്കണം. ഇനി ബോക്സിന് നീളം പിന്നെ L ആണെങ്കിൽ അവിടെ എന്ത് മാറ്റം വരുമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട എസ്സേയാണ്. ഒരു 3-4 ആവർത്തി വായിച്ച് എഴുതി നോക്കണം. ഇമ്പോർട്ടൻ്റാണ്. ഷോർട്ട്ജർ ഇക്വേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ ഷോർട്ട്ജർ ഇക്വേഷൻ തന്നെ 2 എസ്സേ, ഇത് വേറൊരു എസ്സേ. അങ്ങനെ പല എസ്സേ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇനി പഠിക്കാനുള്ള ഇതിൽ പ്രോബ്ലം ഉണ്ട്, പിന്നെ കുറച്ച് ജനറൽ ടോപ്പിക് ഉണ്ട്. അപ്പോൾ ജനറൽ ടോപ്പിക് എന്തുമാത്രം എന്നുള്ളത് സിലബസിൽ വ്യക്തമല്ല, എങ്കിലും കുറേ പഠിക്കാം. പിന്നെ ആ ജനറൽ ടോപ്പിക്ക് കുറച്ചുണ്ട്. ഇതിൻ്റെ പോസ്റ്റ്ലേറ്റ് എന്നൊരു കാര്യമുണ്ട്, പോസ്റ്റ്ലേറ്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ആ പോസ്റ്റ്ലേറ്റ് ഇവിടെ പിന്നെ അവർ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഫൗണ്ടേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഫൗണ്ടേഷൻ പോസ്റ്റുലേറ്റ് ആണ്. ഇപ്പോൾ പോസ്റ്റുലേറ്റ് നമുക്ക് പഠിക്കണം. ഇപ്പോൾ ഒരു 2-3 ക്ലാസ് കൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് തീർക്കാവുന്നതാണ്. അപ്പോൾ 3 എസ്സേ പ്രധാനപ്പെട്ടത് ഇതിനുള്ളിൽ ആയിക്കഴിഞ്ഞു. പ്രോബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ എസ് ആയിട്ട് ചോദിക്കുന്നില്ല, ഷോർട്ട് ആൻസറാണ്. ഈ 3 എസ്സേയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം തീർച്ചയാണ്. അതായത് അതൊക്കെ പിന്നെ ഷോർട്ട് ഇക്വേഷൻ തന്നെ ഒരു എസ്സേയാണ് പ്രധാനമായിട്ടും, രണ്ടെണ്ണത്തിൽ ഒരെണ്ണം. പിന്നെ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് എസ്സേയാണ്. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു.